കോഡ് മലയാളം ഇന്റർവ്യൂ സീരീസിൽ നമുക്ക് ഇപ്പോൾ ഒരു ജാവാസ്ക്രിപ്റ്റ് ക്വിസ് നോക്കാം. എന്താണ് ജാവാസ്ക്രിപ്റ്റിൽ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ? സോ അതിനൊപ്പം തന്നെ നമ്മൾ ഇതിനകത്ത് എന്താണ് ഒരു സിങ്ക്രണസ് അല്ലെങ്കിൽ അസിങ്ക്രണസ് കോൾ ബാക്ക്, ഇതെന്താണെന്നും കൂടി നമ്മൾ ഈ വീഡിയോനകത്ത് നോക്കാം. സോ നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം. അതിനകത്ത് രണ്ട് വേരിയബിൾ ഉണ്ട്, എയും ബിയും. നമുക്കത് സം ചെയ്യാം, എന്നിട്ട് അത് പ്രിന്റ് ചെയ്യാം. എന്നിട്ട് ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യാം. നമുക്ക് ആ റിസൾട്ട് ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊരു സാധാരണ ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, സോ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ അകത്തും തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് കോൾ ചെയ്യണം വിചാരിക്കും, അല്ലെങ്കിൽ API കോളം വിളിക്കണം. സോ ഫോർ എക്സാമ്പിൾ ഈ ഒരു URL നിന്ന് പോയിട്ട് ഡാറ്റ എടുത്തിട്ട് വരണം ഇതിൻ്റെ ഇടയിൽ. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ ഡാറ്റ ഫെച്ച് ചെയ്യാൻ മറ്റേ സെർവറിലോട്ട് ഡാറ്റ ഫെച്ച് ചെയ്യാൻ പോകും. ഓക്കെ, സോ ആ പോയിട്ട് ഡാറ്റ വരുന്നവരെ ഇതിവിടെ ബ്ലോക്ക് ആവും, ഈ കോഡ് ഇവിടെ ബ്ലോക്ക് ആവും, ഈ ലോഗ് പ്രിന്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ചില സമയത്ത് നമുക്ക് ഈ ഡാറ്റ ഫെച്ച് കഴിഞ്ഞിട്ടുള്ള ഈ ലോജിക്ക് നമുക്ക് ഈ ഡാറ്റയെ ഡിപ്പെൻഡ് ചെയ്യാത്ത ലോജിക് ആയിരിക്കും. ഡാറ്റ ഡിപ്പെൻഡ് ചെയ്യാത്ത ലോജിക് ആയതുകൊണ്ട് ഇത് എക്സിക്യൂട്ട് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അങ്ങനത്തെ കേസിലാണെങ്കിൽ പോലും ഇത് ഡാറ്റ ഫെച്ച് ചെയ്യണ വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് അത്ര നല്ലൊരു മോഡലല്ല. സോ അതിന് വേണ്ടിയിട്ട് ജാവാസ്ക്രിപ്റ്റ് നല്ല ഏതൊരു പ്രോഗ്രാം ലാംഗ്വേജും ചെയ്യുന്നത് ഇങ്ങനെ ഡാറ്റ കിട്ടാൻ ഡിലേ വരുന്ന കേസിന് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഫംഗ്ഷൻ കൊടുക്കാം. സോ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതാം, അല്ല പ്രോസസ് API എന്ന് പറഞ്ഞ ഫംഗ്ഷനോ. ഓക്കെ, സോ അങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് നമ്മൾ ഈ API വിളിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഫംഗ്ഷൻ പറഞ്ഞു കൊടുക്കും. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ റെസ്പോൺസ് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ മതി. അതുവരെ ഞങ്ങളോട് വെയിറ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ ബാക്കി കോഡുമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പൊക്കോളാം. സോ ഇങ്ങനെ നമ്മൾ പിന്നെ എക്സിക്യൂട്ട് ചെയ്തോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഫംഗ്ഷനെയാണ് കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതിനെ കോൾ ബാക്ക് എന്ന് വിളിക്കാൻ കാരണം നമ്മൾ ഈ ഫംഗ്ഷൻ എഴുതുന്നത് മാത്രമേ ഉള്ളൂ. എഴുതിയിട്ട് നമ്മൾ ആ APIക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ APIയുടെ റെസ്പോൺസ് എപ്പോഴാണോ വരുന്നത്, സോ ആ API ഹാൻഡിൽ ചെയ്യുന്ന ഫംഗ്ഷൻ നമ്മൾ കൊടുത്ത ഫംഗ്ഷൻ ഇങ്ങോട്ട് കോൾ ചെയ്യുക ചെയ്യുന്നത്, അവർ ആർഗ്യുമെന്റ്സ് ഒക്കെ ഇട്ടിട്ട്. സോ അവർ നമ്മൾ കൊടുത്ത ഫംഗ്ഷൻ ഇങ്ങോട്ട് വിളിക്കുന്നതുകൊണ്ടാണ് ഇതിനെ കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. കോൾ ബാക്കിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ സിങ്ക്രണസ് അസിങ്ക്രണസ് കോൾ ബാക്കുകൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കോഡ് മലയാളം യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. സോ അത് കാണാൻ codemalayalam.in/callback എന്ന ലിങ്ക് തീർച്ചയായും സന്ദർശിക്കുക.